ആത്മാർത്ഥമായി ഏറ്റവും തിരിച്ചറിവില്ലാത്ത പ്രായത്തിലുള്ള ആ കൂട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇത്. അപ്പൊ അതിൻ്റെതായ ഒരു എന്താ പറയാ, അതിൻ്റെതായ ഒരു പ്രൗഢതയുണ്ട്, ഗാംഭീര്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അന്നത്തെ മനസ്സിൽ കളങ്കമില്ലാത്തതുപോലെ തന്നെയാണ് ഇന്നത്തെ ഓരോ അംഗങ്ങളുടെ മനസ്സിലും കളങ്കമില്ലാത്തത്. അതോടൊപ്പം ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ കൂട്ടത്തിൽ ഒരാൾ പോലും നമുക്ക് പാതി വഴിയിൽ നഷ്ടപ്പെടാതെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ, അതിനുള്ള അനുഗ്രഹം പടച്ചവൻ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ നമുക്കിങ്ങനെ അലയടിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പോ ഞാനൊരു ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു അധ്യാപക സംഘടനയുടെ ആളെ ഞാൻ ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ പ്രസംഗിക്കും. പക്ഷെ എന്റെ ഈ കൂട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രസംഗിക്കാനൊന്നും എനിക്ക് അറിയില്ല. എനിക്കത് ഭയങ്കര പേടിയുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഞാനിവിടെ പറയാതെ പോകുന്നത് മോശമായി. നജീബാണ് ആദ്യമായിട്ട് എന്നെ ബന്ധപ്പെടുന്നത്. അവൻ പോലീസുകാരനായതുകൊണ്ട് കള്ളനുമായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്കാണ്, കള്ളനെ സാക്ഷി നിർത്തിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അതെ. പിന്നെ അതോടൊപ്പം എനിക്ക് ദുഃഖകരമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഷാഫിയാണ്. കാര്യങ്ങൾ കൂട്ടുകാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം. ഷാഫിയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഷാഫിയുമാണ് പിന്നെ എന്നെ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു ഗ്രൂപ്പിലേക്ക് പെടുത്തുകയും പിന്നെ ഹനീഫയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ വരികയും അങ്ങനെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ എന്റെ കാസർഗോട്ട് സുഹൃത്തുക്കളെ, ചങ്ങായിമാരെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഞാൻ ഇവർ രണ്ടുപേരോട് കടപ്പെട്ടിരിക്കുകയാണ്. അന്നു മുതൽ പിന്നെ എല്ലാവരും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു കള്ളത്തരവുമില്ലാതെ, കളങ്കമില്ലാതെ എന്നോട് ഇടപെടുന്നുണ്ട്. അതിലേറ്റവും സന്തോഷവാൻ ഞാനാണ്. ഇപ്പൊ ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യും. എന്റെ വീട്ടില് പണ്ട് മുതൽ നാസർക്ക എന്ന് പറയുന്നവരൊക്കെയാണ് ആഹാരങ്ങളൊക്കെ തയ്യാറാക്കിയൊക്കെ തരുന്നത്. അപ്പൊ ഞാൻ നാസർക്കയോട് പറഞ്ഞു, നാസർക്ക എന്റെ കൂട്ടുകാരിൽ 25 പേര് വരുന്നുണ്ട്, അവർക്ക് ഹലാലായിട്ടുള്ള ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നാസർക്ക എന്നോട് ചോദിച്ചു, അതാരാ സാറേ അവിടുന്ന് വരുന്നത്? ഞാൻ പറഞ്ഞു 25 പേര്. ഹലാലെന്താ? ഞാൻ പറഞ്ഞു 25 പേരും മുസൽമാന്മാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ പുള്ളി അതിശയത്തോടു കൂടിയാണ് എന്നെ നോക്കിയത്. അപ്പൊ അതിലൊരു അതിശയം ഇന്നേ ഉള്ളൂ. നമ്മളൊന്നും പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അതിശയമില്ല. എല്ലാവർക്കും നീല നിക്കറും വെള്ള ഷർട്ടും മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്തൊരു പേര്. എന്റെ കാസർഗോഡ് ചേരൂർ ഞങ്ങൾ താമസിക്കുമ്പോ എന്റെ അച്ഛന്റെ പേര് അവിടെ പള്ളിയില് ബോർഡിൽ പേരെഴുതുമല്ലോ, കുടുംബത്തിന്റെ പേര്. എന്നിട്ട് ഏറ്റവും താഴത്ത് ജനാർദ്ദൻ മാസ്റ്റർ എന്നാണ് ചേരൂർ പള്ളിയിൽ എഴുതിയിരുന്നത്. എന്നിട്ട് അവിടെ റാത്തീവിന് ഒരു പൊതി ഞങ്ങൾക്കുള്ളതാണ്, കൃത്യമായി ഞാൻ കൊടുത്തത്. അപ്പൊ അങ്ങനെ വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയപ്പോഴും ജാതി മത ചിന്തകൾ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ എന്നെ അവിടെ ഉമ്മാമാര് അജിത്ത് എന്ന് വിളിക്കാൻ പാടായിട്ട് അവരെന്നെ മജീദ് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഞാനൊരിക്കലും തിരുത്താൻ പോയിട്ടില്ല. മജീദ്, പിന്നെ മാഷ കുഞ്ഞി, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വളർന്നത് കൊണ്ടും നമുക്കിപ്പോ പള്ളിയില് മറ്റേ ഔളിന് പോകുന്ന നമുക്കറിയില്ലല്ലോ. ചെറുതിലെ പാളമുള്ള സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങോട്ട് പോകാൻ പാടില്ലൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അതിന്റെ അകത്ത് കയറി മീൻ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു ഉസ്താദും അതിന് എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, ആരും എന്നെ അതിനൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വളർന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഈ കൂട്ടായ്മയിലേക്ക് എത്തിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മ അങ്ങോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറ്റത്തെത്തുന്നത് വരെ ഒരാളും ഇറ്റുപോകാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ഘാടനമല്ല, എല്ലാവരെയും ഈ ആലപ്പുഴയിലേക്ക് എന്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.